നമസ്കാരം സുഹൃത്തുക്കളെ. PSC വിന്നറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന പരീക്ഷകൾ ആയ CPO, വനിതാ CPO, ഡ്രൈവർ പരീക്ഷകൾ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾ എന്നിവയ്ക്ക് ഉപകാരപ്രദമായ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ കരസേനയുടെ കൊൽക്കത്തയിലെ കിഴക്കൻ മേഖല ആസ്ഥാനമായ പോർട്ട് വില്യം ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുക? ഇന്ത്യൻ കരസേനയുടെ കൊൽക്കത്തയിലെ കിഴക്കൻ മേഖല ആസ്ഥാനമായ പോർട്ട് വില്യം ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുക? ഉത്തരം വിജയ്ദുർഗ്. 2025 ബജറ്റിന്റെ ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം ഒഴിവാക്കിയ സംസ്ഥാനം ഏതാണ്? 2025 ബജറ്റിന്റെ ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം ഒഴിവാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. 2025 ഭൂകമ്പം നടന്ന മ്യാൻമറിൽ സഹായമെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന് നൽകിയ പേര് എന്താണ്? 2025 ഭൂകമ്പം നടന്ന മ്യാൻമറിൽ സഹായമെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന് നൽകിയ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിന് സമീപമുള്ള തുളസി എന്ന ഗ്രാമം അടുത്തിടെ ഏത് നിലയിലാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിന് സമീപമുള്ള തുളസി എന്ന ഗ്രാമം അടുത്തിടെ ഏത് നിലയിലാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം. പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തിറക്കിയ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993-2022 കാലയളവിൽ പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഏതാണ്? പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് 2025 പുറത്തിറക്കിയ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം 1993-2022 കാലയളവിൽ പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഉത്തരം ഡൊമിനിക്ക. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി, പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? ഉത്തരം തുഹിൻകാന്ത് പാണ്ഡെ. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കത്തെ തുടർന്ന് ഏത് കരാറിലാണ് ഒപ്പുവയ്ക്കാതെ മടങ്ങിയത്? ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് ഏത് കരാറിലാണ് ഒപ്പുവയ്ക്കാതെ മടങ്ങിയത്? ഉത്തരം ഉക്രൈന്റെ അത്യപൂർവ ധാതുസമ്പത്തിന്റെ ഭാഗത്തിനുള്ള അവകാശം നൽകുന്ന കരാറ്. രാജ്യത്തെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? രാജ്യത്തെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏത് സ്ഥലത്തിലാണ്? ഉത്തരം തിരുവനന്തപുരം. പട്ടമാണ് കേട്ടോ, പട്ടം, തിരുവനന്തപുരം. 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വിനോദ് കുമാർ ശുക്ല. മാർച്ചിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് ഭാഗമായിട്ട് ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം ഏത്? മാർച്ചിൽ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം മേഘാലയ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം നെടുമ്പാശ്ശേരി. ഇന്ത്യയിലെ ആദ്യ ഹരിത ആംബുലൻസ് മെഡിക്കൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഹരിത ആംബുലൻസ് മെഡിക്കൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം കടമക്കുടി. കടലിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കുന്നതിനായുള്ള ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മറൈൻ ആംബുലൻസ് ഏതാണ്? കടലിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കുന്നതിനായുള്ള ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മറൈൻ ആംബുലൻസ് ഏതാണ്? ഉത്തരം പ്രതീക്ഷ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഉത്തരം ഇന്ദിര.
ഒ.എൻ.വി. കൾച്ചറൽ അക്കാദമിയുടെ 2025 ഒ.എൻ.വി. സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഒ.എൻ.വി. കൾച്ചറൽ അക്കാദമിയുടെ 2025 ഒ.എൻ.വി. സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം പ്രഭാവർമ്മ. നിലവിൽ ഒ.എൻ.വി. കൾച്ചറൽ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് ആര്? നിലവിൽ ഒ.എൻ.വി. കൾച്ചറൽ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 2021 രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിൽ രാജ്യത്ത് ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്? 2021 രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിൽ രാജ്യത്ത് ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ്? വിഷാദ രോഗികളെ ചേർത്ത് നിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ആശ്വാസം പദ്ധതി. ഇന്ത്യയിലെ ഏത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ 150-ാം വാർഷികമാണ് 2025 ഏപ്രിൽ 10-ന് ആഘോഷിച്ചത്? ഇന്ത്യയിലെ ഏത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ 150-ാം വാർഷികമാണ് 2025 ഏപ്രിൽ 10-ന് ആഘോഷിച്ചത്? ഉത്തരം ആര്യസമാജം. രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗവർണറിന്റെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമായത് ഏത് സംസ്ഥാനത്താണ്? രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗവർണറിന്റെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമായത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തമിഴ്നാട്. ചൈന ഭരണത്തിൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ഹോങ്കോങ്ങിനെ അവസാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയും പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചു. ഈ കക്ഷിയുടെ പേരെന്താണ്? ചൈന ഭരണത്തിൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ഹോങ്കോങ്ങിന്റെ അവസാനത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയും പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചു. ഈ കക്ഷിയുടെ പേരെന്താണ്? ഉത്തരം ഡെമോക്രാറ്റിക് പാർട്ടി. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? ഉത്തരം ദാരിപ്പള്ളി രാമയ്യ. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമായ സ്കോട്ട് വിക്ഷേപിച്ചത് ആരാണ്? ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം ആയ സ്കോട്ട് വിക്ഷേപിച്ചത് ആരാണ്? ഉത്തരം സ്കൈറൂട്ട് എയ്റോസ്പേസ്. ചന്ദ്രയാൻ 3-ന്റെ ഡാറ്റ ഉപയോഗിച്ച് ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിന്റെ ആദ്യത്തെ വിശദമായ ഭൂമിശാസ്ത്ര ഭൂപടം ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് സൃഷ്ടിച്ചത്? ചന്ദ്രയാൻ 3-ന്റെ ഡാറ്റ ഉപയോഗിച്ച് ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിന്റെ ആദ്യത്തെ വിശദമായ ഭൂമിശാസ്ത്ര ഭൂപടം ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് സൃഷ്ടിച്ചത്? ഉത്തരം ഇന്ത്യ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഫ്ലോറിഡയിൽ നിന്ന് ഡിഷ്വാഷർ വലിപ്പത്തിലുള്ള ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഫ്ലോറിഡയിൽ നിന്ന് ഡിഷ്വാഷർ വലിപ്പത്തിലുള്ള ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ഉത്തരം നാസ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.